നല്ല മഴ കാരണം കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കറുമുറുക്ക് കഴിക്കാൻ നമുക്ക് കുറച്ച് മുറുക്കുണ്ടാക്കാം. അരിമുറുക്ക്, നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്ക്, നാടൻ മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ആ കപ്പ് കൊണ്ട് 4 കപ്പ് പച്ചരിയാണ് കഴുകി കുതിർത്താൻ വെക്കുന്നത്. അരി എടുത്ത അതേ കപ്പിൽ നമുക്ക് 1 കപ്പ് ഉഴുന്നും പിന്നെ അതിൽ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടുതലും കൂടി എടുക്കണം. ഉഴുന്ന് നമുക്കൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. പച്ചരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 6 മണിക്കൂറായി. ഇനി നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ കുതിർത്തി വെച്ച അരിയും ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി ഒരിക്കൽ കൂടി അരയ്ക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കായം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ കൂടി ചേർത്ത് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. കായം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അരച്ച മാവെല്ലാം ഒരു പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. ഉഴുന്ന് റോസ്റ്റ് ചെയ്തത് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടുള്ള പൗഡർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉഴുന്ന് പൊടിനെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള്, 1 ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉഴുന്ന് പൊടി മിക്സ് കറക്റ്റായി കിട്ടും. നമ്മളുടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആ പൊടി ചേർത്ത് കഴിഞ്ഞാലും പിന്നെ ചെറുതായി ലൂസായിരിക്കും. പക്ഷെ അത് നമുക്ക് ഒരു നനഞ്ഞ തുണി മുകളിലിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ കറക്റ്റായി കിട്ടും. 2 മണിക്കൂറിന് ശേഷം ഞാൻ മുറുക്കുണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനായി ഒരു തുണി എടുത്തിട്ടുണ്ട്. ആ തുണി ഒന്ന് നനച്ചതിന് ശേഷം കിച്ചൺ ടോപ്പിൽ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ എണ്ണയാക്കിയതിന് ശേഷം ഒരു അടപ്പ് എന്തെങ്കിലും സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ എല്ലാം ഞങ്ങൾ ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാകാൻ വയ്ക്കാം. അടി പരന്നിട്ടുള്ള അതുപോലെ ഉരുളി പോലുള്ള എന്തെങ്കിലും കടായി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് നിറയെ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ഇങ്ങനെ ചട്ടകം പോലത്തെ അതുകൊണ്ട് ഇങ്ങനെ നോക്കിയെടുക്കണം. എടുത്തിട്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് മെല്ലെ ഓരോന്നും കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. എല്ലാതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കറുമുറേന്ന് തിന്നാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല നാടൻ ഒരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.